നമുക്ക് തട്ടുകട സ്റ്റൈലിലൊരു ചിക്കൻ ഫ്രൈ ആയാലോ? ആ ചിക്കൻ ഫ്രൈയുടെ കൂടെ കിട്ടുന്ന ഒരു പൊടി ഉണ്ടല്ലോ, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് പൊടിയൊക്കെ സെപ്പറേറ്റ് ആ ഒരു ചിക്കൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ല, അത് സെപ്പറേറ്റ് തന്നെ അവർ ഫ്രൈ ചെയ്തിട്ട് ഇടുന്നതാണ്. ആ രീതിയിലാണ് നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. നല്ല മൊരിഞ്ഞ് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 600 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഈ ഒരു അളവിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഒരു 15 അല്ലി ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വലുതും ചെറുതൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം വലിയ സൈസിലുള്ള തന്നെയാണ്. അപ്പോൾ അതൊരു 15 മിക്സിയുടെ ക്രഷ് ചെയ്യുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാൻ ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിട്ടുള്ളത്, ഒരു 10. അപ്പോൾ വലിയ വെളുത്തുള്ളി അല്ലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 ബൾബ് മതി കേട്ടോ. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും കൂടെ അതും ക്രഷായിട്ട് വരാൻ വേണ്ടി, വലിയ പീസായിട്ട് ഇട്ടാൽ ചിലപ്പോൾ ക്രഷായിട്ട് വരില്ല, അപ്പോൾ അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, ഇത് 3 അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വലിയ ജീരകം അഥവാ പെരുംജീരകമാണ് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ വേണം കേട്ടോ, കുറയരുത്. 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ക്രഷ്ഡ് വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ക്രഷ് ചെയ്തത് അത് 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. പേസ്റ്റായിട്ട് അരയരുത്, ചതച്ചെടുത്താൽ മതി. എന്നാൽ ചതയും വേണം കേട്ടോ, ആ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. പേസ്റ്റ് ആക്കി എടുക്കരുത്. അപ്പോൾ നമുക്ക് ആ ഒരു പൊടി ഉണ്ടാക്കാൻ, ചിക്കൻ്റെ പൊടി ഉണ്ടാക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പകുതി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്, പകുതി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളതിൻ്റെ പകുതി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ബാക്കി പകുതി അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ. കാരണം നമ്മൾ വറ്റൽമുളകും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല എരിവ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ എരിവില്ലാത്തത് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർക്കുക. 1/4 ടീസ്പൂൺ മതിയിട്ട്, അതിൽ കൂടുതൽ വേണ്ട. കാരണം നമ്മൾ ഏലക്കായും ഒക്കെ ആദ്യം തന്നെ ക്രഷ് ചെയ്തതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചിക്കനിലൊക്കെ മസാലയൊക്കെ കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങനീര് 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. 2-3 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും മസാല ചിക്കനിൽ പിടിച്ച് കിട്ടും. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, പുറത്ത് തന്നെ ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 1/2 മണിക്കൂറിന് ശേഷം നല്ല വെളിച്ചെണ്ണ എടുക്കുക. നല്ല വെളിച്ചെണ്ണയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലും ഇടണ്ട, എന്നാൽ ലോ ഫ്ലെയിമിലും ഇടണ്ട. ഒരുപാട് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കായിട്ട് വരും. ഒരുപാട് സമയം ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ചിക്കൻ നല്ല ഹാർഡായി പോകും. എന്നിട്ട് ആ ഇട്ട ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കരുത്, അപ്പം മസാലയൊക്കെ എണ്ണയിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1 മിനിറ്റിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, ചിലരൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മിക്സ് ചെയ്യുന്നത് കാണാം. അപ്പം ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ചിക്കനിൽ കളർ ഉണ്ടാവില്ല, ചിക്കൻ ഒരു വൈറ്റ് കളറിലായിട്ട് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം. ഇത് ലാസ്റ്റ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഓയിലിൽ നിന്ന്, വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം ഒരു ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റ് കോരിയെടുക്കാൻ നേരത്തെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കോരിയെടുത്താൽ മതി. ലാസ്റ്റ് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള ചതച്ചെടുത്തിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അത് ചെറിയ തീയിലിട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ, 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടത് മൊരിപ്പിച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ അത് കരിയാതെ വേണം ശ്രദ്ധിക്കാനായിട്ട്. കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും. കരിയുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഓയിലിൽ നിന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് കോരി എടുത്തിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ ചിക്കനും പൊടിയും റെഡിയായി. അപ്പോൾ ചിക്കൻ ചിലരൊക്കെ ആ പൊടി മാത്രം കഴിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതിന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അവർ പൊരിച്ചെടുത്തിട്ട് ഇടാറാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്